ഹേ ഗായ്സ്, റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ആഷിഖ് കപൂറിൻ്റെ പുതിയ സിനിമ ഇന്ന് റിലീസായി. അപ്പോൾ സിനിമ കണ്ടിട്ട് ജസ്റ്റ് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടെങ്കിൽ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നതാണ് സിനിമയുടെ ഹൈലൈറ്റ്. നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ്. ആഷിഖ് കപൂറിൻ്റെ സംവിധാനം, ശ്യാം പുഷ്കറാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത് ശ്യാം പുഷ്കറാണ്. ദിലീഷ് പോത്തൻ, അതുപോലെ ബാക്കി മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വാണി വിശ്വനാഥ് ഉണ്ട്, റംസാൻ ഉണ്ട്, അനുരാഗ് കശ്യപ് ഉണ്ട്, ഹനുമാൻ കൈൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാസ്റ്റുകളുണ്ട്. അപ്പോൾ ദർശനയുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള കാസ്റ്റുകളൊക്കെ ആയിട്ടാണ് സിനിമ വന്നിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നില്ല പടം. ഞാൻ പറഞ്ഞ പോലെ മേക്കിങ്ങിലാണ് പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റോറി ഒന്നുമില്ലടി. സ്റ്റോറി എന്ന് പറയുന്നത് പിന്നെ സാധാരണ ഒരു റിവെഞ്ച് സംഭവമാണ്. രണ്ട് റൈവലറി വരുന്നതും അത് തമ്മിലുള്ള ക്ലാഷുമാണ് സിനിമയുടെ സ്റ്റോറി. പക്ഷെ ആ ഒരു സ്റ്റോറിക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ട്, അത് കിടില സംഭവമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു കാലഘട്ടം 90s കാലഘട്ടമാണ് കാണിക്കുന്നത്. 92, 93, 94 സംഭവം. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം നല്ല കിടിലം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് റെക്സ് വിജനാണ്, നല്ല കിടിലം വർക്ക് കേട്ടോ. മ്യൂസിക് നല്ല കിടിലം വർക്കാണ്. തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ല ഇമ്പാക്റ്റ് ഇടുന്ന സാധനം മ്യൂസിക്. അപ്പോൾ എല്ലാവരും റിവ്യൂല് പബ്ലിക്കായിട്ടുള്ള എല്ലാവരും പറയുന്നത് ഒരു അമൽ നീരജ് സ്റ്റൈലൊക്കെയാണെന്നുള്ള സംഭവം. അതാണ് ആ ഒരു സാധാരണ സ്റ്റോറി. ഒരു ആഷിഖ് കപൂറിൻ്റെ സ്ഥിരം പാറ്റേൺ എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയല്ല. അതിൽ നിന്ന് മാറിയിട്ട് പുള്ളി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് മേക്കിങ്ങിൽ പിടിച്ചിട്ടുള്ളത്. അതാണ് അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിൽ പോകാം. അപ്പോൾ അതൊരു അമൽ നീരദ് ലെവലൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അമൽ നീരദ് ലെവലിലേക്കുള്ള സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയൊന്നും. ചിലപ്പോൾ എനിക്ക് എൻ്റെ പെർസെപ്ഷൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഫ്രീഡത്തിൽ വിട്ടിരുന്നതിൽ നിങ്ങൾക്ക് പോയി കാണാം. സിനിമ മൊത്തത്തിൽ ഒരു സ്ലോ പേസിലാണ് തുടങ്ങുന്നത്. തുടക്കമൊക്കെ സ്ലോ പേസിലാണ്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടമൊക്കെ കിടിലം പോലെ അവർ സെറ്റ് ചെയ്തെടുത്ത് നല്ല രീതിയിലുള്ള സംഭവം ഉണ്ട്. അനുരാഗ് കശ്യപാണ് മെയിനായിട്ടുള്ള ഒരു വില്ലൻ എന്നുള്ള സംഭവത്തിൽ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഹനുമാൻ കൈൻഡ് വരുന്നുണ്ട്. പുള്ളീനൊക്കെ കൊണ്ടുവന്നിട്ട് അത്ര വലിയ സംഭവമായിട്ട് ചെയ്യാനൊന്നുമില്ല, ചെറിയൊരു സ്പേസേ ഉള്ളൂ. പക്ഷെ ആ ഒരു സ്പേസിൽ പുള്ളി കിടലം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഗ്രേസ്, പുള്ളിക്ക് ഭയങ്കര ഒരു ഗ്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഹനുമാൻ കൈൻഡിൻ്റെ ഒരു വാക്കിംഗ് സീൻ ഉണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റ് താഴെയുള്ള, ജസ്റ്റ് ഒരു 30 സെക്കൻഡൊക്കെ ഉള്ളൊരു വാക്കിംഗ് സീൻ. നമ്മൾ ജയിലറിൽ മോഹൻലാലിൻ്റെ ഒരു വാക്കിംഗ് സീനൊക്കെ ഉണ്ടല്ലോ, ആ രീതിയിലൊരു സാധനം. അതായത് ഈ സിനിമ ഉണ്ടല്ലോ ഇറങ്ങിക്കഴിഞ്ഞാൽ, OTT ഇറങ്ങിക്കഴിഞ്ഞാൽ റീൽസിൽ മാരകമായിട്ട് ട്രെൻഡിങ് ആവും. ആ രീതിയിലുള്ള ഒരുപാട് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരുപാട് സാധനമുണ്ട് പടത്തിൽ. പിന്നെ ഡയലോഗുകൾ, മാസ് ഡയലോഗുകളായാലും സീനുകളായാലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതാണ്, പുള്ളി ഹനുമാൻ കൈൻഡിൻ്റെ ഒരു വാക്കുണ്ട്, നല്ലൊരു റെട്രോ മ്യൂസിക്കൊക്കെ വെച്ചിട്ട്, നല്ലൊരു ബീറ്റ് ബോക്സ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു വാക്കുണ്ട്. നല്ല കിടിലം എങ്ങനെ ഒഴുകി പോകുന്നുണ്ട് പുള്ളി, ഇങ്ങനെ ഒരു ഗ്രേസിൽ നല്ല ഫീലിൽ പോകുന്നുണ്ട്. അതല്ലാതെ അഭിനയിക്കാൻ വലിയ സംഭവമായിട്ടൊന്നും ഒരു സ്പേസ് ഇല്ല. പക്ഷെ കിട്ടിയിട്ടുള്ള സാധനം നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ച് പുള്ളി പോയി. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണോ എന്ന് എനിക്ക് അറിയില്ല. എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സാധനമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വേറെ ഒന്നുമില്ല, അടി ഇടി കുത്തൽ ഒന്നുമില്ല, വെടി മാത്രം. തോക്കെടുക്കുക വെടിവെക്കുക, തോക്കെടുക്കുക വെടിവെക്കുക, വേറെ ഒരു സാധനമില്ല പടത്തിൽ. 2 മണിക്കൂറേ ഉള്ളൂ. ആ 2 മണിക്കൂർ നല്ല ക്രിസ്പായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പടം കണ്ടിട്ട് പടം കണ്ട് ഇറങ്ങി പുറത്തെത്തി കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു വാവ് എന്നൊക്കെ പറഞ്ഞ് ഓർത്തിരിക്കുന്ന സീനുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഇരിക്കും, കണ്ടിരിക്കും. അതിൻ്റെ സാധനം ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല സ്ലോ പേസ് ആണ്. അമൽ നീരദിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള സംഭവങ്ങളല്ല. ഷോർട്ട് ഡിവിഷനൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ആഷിഖ് കപൂറിൻ്റെ സംഭവത്തിൽ സ്ലോ പേസ് എന്ന് പറഞ്ഞാൽ തുടക്കമൊക്കെ നല്ല സ്ലോ പേസ് ആണ്. തുടക്കത്തിൽ റംസാൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ഒരു ക്ലബ് എന്നുള്ള. അതൊക്കെ കറക്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഭീഷ്മപർവ്വം നമ്മളെ രതിപുഷ്പം ടച്ച് തന്നെയാണ് അടിച്ചത്. പാട്ടിൻ്റെ ആ ഒരു ബീറ്റ് ആ ഒരു പാട്ട് വരുന്ന ആ ഒരു കുടുംബം ഉണ്ടല്ലോ, അതൊക്കെ ഏകദേശം ആ ഒരു വൈബാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ റൈഫിൾ ക്ലബ് എന്ന് പറയുന്നൊരു ക്ലബിലേക്ക് എത്തുന്നതും അവിടെ നിന്നുള്ള സംഭവങ്ങൾ, അവിടുത്തെ കുറേ മെമ്പേഴ്സും അവരുടെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഒരുപാട് കാസ്റ്റ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു ക്ലബിലെ മെമ്പേഴ്സ് കൊണ്ട് കാണിക്കാൻ തന്നെ ഒരു 10-12 ആൾക്കാരുണ്ട്.
അവരൊക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് പെർഫോം ചെയ്യാനുള്ളൊരു ജസ്റ്റ് ഒരു 1 മിനിറ്റ് ആണെങ്കിലും ഓക്കെ ഒരു 1 മിനിറ്റ് തരും, അതിൽ നിങ്ങൾക്ക് ഒരു സാധനം തരും, നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പം അത് കിടിലം പോലെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് വരുമായിരുന്നല്ലോ, കിട്ടണമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ മേക്കിംഗ് ആണ് പടത്തിൻ്റെ ഹൈലൈറ്റ്, അതല്ലാതെ വേറെ ഒന്നുമല്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ് കാണുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടും. ജസ്റ്റ് ആ ഒരു 1-2 മണിക്കൂർ ആ കാണുന്ന സമയത്ത് ഒരു വൈബിൽ ഒരു മൂഡിൽ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു വൈബോളി പടം, അങ്ങനെ പറയാം, ഒരു വൈബോളി പടം. അതാണ് പടത്തിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. പിന്നെന്താണ് പടത്തിൽ മെയിനായിട്ട് മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് നല്ല ഗംഭീര മ്യൂസിക് വർക്ക് ചെയ്തിട്ടുണ്ട്. റെക്സ് വിജനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല വർക്ക്, കിടിലം വർക്ക്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടു നോക്കുക, ഞാൻ പോയി കാണണ്ടെന്നൊന്നും പറയില്ല. ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ എന്നുള്ള പടം തന്നെയാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കേസിലായാലും എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതാണ്. അതായത് നമ്മൾ സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു തോക്കെടുത്ത് വെടിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുന്ന സാധനം, അത് നമ്മൾ സിനിമയായിട്ട് വരുമ്പോൾ അവിടെ ഡയറക്ഷൻ ഉണ്ട്, സിനിമാറ്റോഗ്രഫി ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ജസ്റ്റ് ഒരു ഷോട്ടിൽ. അപ്പം അത് ഒരു ഡയറക്ടറുടെ വിഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കാം, പല ആളും പല രീതിയിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കണ്ടപ്പോഴെനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു കിടിലൻ ഒരു പ്ലോട്ടാണ്, ഒരു സ്റ്റേജാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം. ആ ഒരു 90s കാലഘട്ടം, ആ ഒരു റെട്രോ സംഭവങ്ങൾ, ക്ലബ്ബ്, ആ ഒരു റിവെഞ്ച്, ഗാങ്സ്റ്റർ, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ്ലി ഇപ്പോൾ 1.5 മണിക്കൂറിൽ പടം തീർന്നാലും ആ ഒരു 1.5 മണിക്കൂർ ഒരു ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ പറയില്ലേ അങ്ങൂര് വിടുന്ന രീതിയിലുള്ളൊരു പടമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ വെച്ചാൽ ഇത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇമ്പാക്റ്റ് ഉള്ള സീനുകളൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെയ്യുന്ന സീനുകളുണ്ട്, കൈയടിക്കാനുള്ള സീനുകളൊക്കെ പടത്തിലുണ്ട്. അപ്പം അത് ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഊണൊക്കെ കഴിച്ച്, നമുക്ക് വിശന്നിരിക്കുമ്പോൾ നല്ല ഊണ് കഴിച്ച് വയറ് നിറഞ്ഞ് പക്ഷേ മനസ്സ് നിറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, മനസ്സ് നിറഞ്ഞില്ല. കുറച്ചുകൂടി ആ ഒരു സാധനം നമ്മൾ പറയില്ല, ഇപ്പം കില്ലെന്ന് പറഞ്ഞൊരു ബോളിവുഡ് പടമുണ്ട്, അത് നമുക്കറിയാം. ആ സ്റ്റേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ മാത്രമാണ്. ഇതിൽ അങ്ങനെ തന്നെയാണ് സംഭവം, അങ്ങനെ തന്നെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു മ്യൂസിക് വരുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ ഒരു പാട്ട് വരുന്നുണ്ട്, പിന്നെ കുറച്ചൊന്ന് വലിച്ച് നീട്ടുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് അത് ഞാൻ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എന്തായാലും ക്രിസ്മസ് പക്ഷെ നല്ല വെടിപ്പൂരമായിക്കൊണ്ടിരിക്കുകയാണ് മലയാള ഇൻഡസ്ട്രി. നാളെ മാർക്കോ വരും, അത് എന്താണെന്നുള്ളത് നമുക്കറിയാല. മാർക്കോ ഇതിനൊരു കോമ്പറ്റീഷൻ കൊടുക്കുന്നുള്ളത് നമുക്ക് നാളെ കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. കാരണം അതെന്താണ് അതിൻ്റെ ഒപ്പീനിയൻ എന്നുള്ളത് അറിയില്ല. പടം ഇത് കാണാൻ പറ്റിയ പടം തന്നെയാണ്. നമ്മൾ അതാ പറഞ്ഞ ഒരു വൈബോളി പടം, നല്ലൊരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു വൈബോളി പടമാണ് റൈഫിൾ ക്ലബ്ബ്. ആഷിഖ് അബുവിൻ്റെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പടത്തിന് കിട്ടി. അതാണ് പടത്തിന് ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് നല്ല കിടിലാണ്. ശ്യാം പുഷ്കറിൻ്റെ റൈറ്റിങ്ങും അതുപോലെ തന്നെയാണ്. അതാ പറഞ്ഞ ഒരു ക്യാരക്ടറുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇമോഷൻ കാര്യങ്ങളൊക്കെ സിനിമയിൽ കിട്ടുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടി ഒരു സംഭവത്തിൽ വരാമായിരുന്നു എന്ന് മാത്രം, അതല്ലാതെ അങ്ങനെ ഒരു മോശം എന്നുള്ളതല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് ഡയലോഗ്സ് ഒക്കെ എനിക്ക് കുറച്ചൊരു ക്രിഞ്ച് അടിച്ച പോലെ തോന്നി. മാസാക്കാൻ നോക്കിയിട്ട് അങ്ങനെ എത്തണില്ലല്ലോടി, എന്തൊക്കെയൊക്കെയോ എവിടേക്കൊക്കെയോ ഒരു എത്താത്ത പോലെ, ഇങ്ങനെ ഇവിടം വരെ എത്തുന്നു തിരിച്ചു പോകുന്നു എന്ന പോലെ നമുക്കൊരു പഞ്ച് അങ്ങോട്ട് കിട്ടാത്ത കുറച്ച് സ്ഥലം എനിക്ക് തോന്നി. പക്ഷെ അതിലും ഈ രീതിയിൽ പഞ്ച് തരുന്ന സാധനങ്ങൾ വേറെ ഉണ്ട്, അത് വേറെ, അത് സ്പോയിലർ ആവുന്നുള്ള രീതിയിലുണ്ട്, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആ സിനിമ കാണരുത്, അതിങ്ങനത്തെ അയ്യോ ഫ്ലോപ്പ് പാടാണ്, അട്ടർ ഫ്ലോപ്പാണ്, നിങ്ങൾ പോയി കാണരുത് എന്ന് ഞാൻ പറയില്ല. കാരണം അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പോയി കാണുന്ന സമയത്ത് ചിലപ്പം ഗംഭീര പടമായിട്ട് തോന്നാം. അപ്പോൾ ദാറ്റ്സ് അപ് ടു യു, ഇറ്റ്സ് യുവർ ഡിസിഷൻ. എന്തായാലും ആഷിഖ് അബുവിന് നല്ലൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാനുണ്ട്. കാരണം നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ട് പുള്ളി. ആ ഒരു വർക്ക് എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് സിനിമയിൽ കാണാനുണ്ട്. കാരണം ആ ഒരു ഹണ്ടിങ്ങിൻ്റെ സംഭവങ്ങൾ, VFX വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ഒരു ഡയറക്ടർ ബ്രില്യൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് അതെങ്ങനെ കവർ ചെയ്യാം, ഒരു ബജറ്റ് ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അതെങ്ങനെ നമുക്ക് മേക്കിങ്ങിൽ കവർ ചെയ്തെടുക്കാന്നുള്ള സംഭവങ്ങളൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സാധനം.
ഓക്കെ, അപ്പോൾ നാളെ മാർക്കോ വരുന്നുണ്ട്. മാർക്കോയും കൂടി വന്ന്, മാർക്കോ മാത്രമല്ലടാ കുറേ പടം വരുന്നുണ്ട്. എക്സ്ട്രാ ഡീസൻ്റ് ഉണ്ട്, പിന്നെ ഹോളിവുഡിൽ മുഫാസ ദ ലയൺ കിങ് പടം വരുന്നുണ്ട്, പിന്നെ വിടുതലയുടെ പാർട്ട് 2 വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ നാളെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ.